ഹായ് കൂട്ടുകാരെ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, അതായത് 1956 ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുൻപുള്ള ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് കേരളം അറിയപ്പെടുന്നത്. കേരളത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് കേരളം അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. 1957 കേരളത്തിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം 1957. എന്ന് മുതൽ എന്ന് വരെ? ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957 ഫെബ്രുവരി 28 ടു മാർച്ച് 11. കേരളത്തിലെ ആദ്യ നിയമസഭ 1957 ഏപ്രിൽ 1 നിലവിൽ വന്നു. എന്നാണ് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത്? 1957 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നു. അപ്പം മന്ത്രിസഭ നിലവിൽ വരുന്നത് എന്നാണ്? അത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം. നിയമസഭ 1957 ഏപ്രിൽ 1 വരുന്നു. മന്ത്രിസഭ 1957 ഏപ്രിൽ 5 വരുന്നു. ഇനി ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. അപ്പം ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് അല്ലാത്ത ഒരു മന്ത്രിസഭ, അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114 ആയിരുന്നു. കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114 ആയിരുന്നു. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. കേരളത്തിലെ ആദ്യ നിയമസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 127 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 126 + 1 നോമിനേറ്റഡ്. 12 മണ്ഡലങ്ങളിൽ നിന്നും 2 അംഗങ്ങൾ വീതം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ 11 മണ്ഡലങ്ങൾ പട്ടികജാതിക്കും 1 മണ്ഡലം പട്ടികവർഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. അപ്പോൾ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 60 സീറ്റുകളാണ് ലഭിച്ചത്. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ 60. ഒന്നാം കേരള മന്ത്രിസഭയിൽ 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്? 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഒരാളാണ്. നമുക്കറിയാം അല്ലേ, KR ഗൗരിയമ്മ. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം, മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1, ആകെ വനിതകളുടെ എണ്ണം 6 അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ എത്ര വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1 എന്നും, എത്ര വനിതകൾ ഉണ്ടായിരുന്നു ഒന്നാം കേരള നിയമസഭയിലെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 6 എന്നുമാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഒന്നാം കേരള മന്ത്രിസഭയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഒന്നാം കേരള മന്ത്രിസഭയുടെ ആരായിരുന്നു കേരള മുഖ്യമന്ത്രി? ആദ്യത്തെ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വന്ന മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് C. അച്യുതമേനോനാണ്. ധനകാര്യ വകുപ്പ് C. അച്യുതമേനോൻ
തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. അപ്പം തൊഴിലും ട്രാൻസ്പോർട്ട് ഗതാഗതം TV തോമസ്. ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായ വകുപ്പ് KP ഗോപാലൻ. പൊതുമരാമത്ത് TA മജീദ്. തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് KR ഗൗരിയമ്മയായിരുന്നു. KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഒരേ ഒരു വനിതാ മന്ത്രി. നിയമം, വൈദ്യുതി, ആഭ്യന്തരം എന്നിവ കൈകാര്യം ചെയ്ത് VR കൃഷ്ണയ്യരും. ആരോഗ്യം ഡോക്ടർ AR മേനോനുമായിരുന്നു. ഈ ആരോഗ്യവും റവന്യൂവും വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, അതുപോലെ തന്നെ ഈ ധനകാര്യം, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അവരെ ഒന്ന് ഓർത്തിരിക്കണം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പം മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിയാണ് M ഉമേഷ് റാവു. മഞ്ചേശ്വരംകാരനായ M ഉമേഷ് റാവു ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിരുന്നു ഡോക്ടർ AR മേനോൻ. AR മേനോൻ ആരായിരുന്നു? ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. EMS മന്ത്രിസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിലെ 356 അനുച്ഛേദമനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ. അപ്പം ഇന്ത്യയിലെ ഏത് മന്ത്രിസഭയാണ് ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പുറത്താക്കിയതെന്ന് ചോദിച്ചാൽ, അത് കേരളമാണ്. അപ്പം ആർട്ടിക്കിൾ 356 പ്രകാരമാണ് EMS മന്ത്രിസഭയെ നമ്മുടെ പ്രസിഡന്റ് മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. വിമോചന സമരഫലമായി കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടു. അപ്പോൾ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണം എന്തായിരുന്നു? അത് വിമോചന സമരത്തെ തുടർന്നായിരുന്നു. ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1950 ജൂലൈ 31. അപ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് എന്നാണ്? 1959 ജൂലൈ 31. അപ്പോൾ വിമോചന സമരത്തെ തുടർന്നാണ് ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഈ വിമോചന സമരം? വിമോചന സമരം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ വിമോചന സമരം ഏത് കാലഘട്ടം? 1959 വിമോചന സമരം. വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല് എന്നിവയാണ് വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവങ്ങൾ. വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല്. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു വിമോചന സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ വിമോചന സമരം എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണെങ്കിൽ വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നടന്നു. അപ്പോൾ ജീവശിഖ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വിമോചന സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജീവശിഖ ജാഥയ്ക്ക് ആരാണ് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭനായിരുന്നു. കാരണം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭനാണ് ഈ ജീവശിഖ യാത്ര നടത്തുന്നത്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ജീവശിഖ യാത്ര. വിമോചന സമര നടത്തിപ്പിനായി ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ക്രിസ്റ്റഫേഴ്സ്. അപ്പോൾ വിമോചന സമരത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ഏത്? ക്രിസ്റ്റഫേഴ്സ് എന്ന് പറയുന്നത്. വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിഹാനിൻ്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത്. വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവർ. അപ്പോൾ വിമോചന സമരത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവർ. കേരള നിയമസഭയെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് പഠിക്കാം. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140 ആണ്. കേരള നിയമസഭയിലെ
തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 141. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കേരള നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിയമനിർമ്മാണ സഭകളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം റദ്ദാക്കിയിരിക്കുന്നു. അപ്പം 14 നിയമസഭാ സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 2 നിയമസഭാ സീറ്റുകൾ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണത്? സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ് കേട്ടോ. പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടിയുമാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 16 നിയോജക മണ്ഡലങ്ങളാണ് മലപ്പുറത്തുള്ളത്. ഏറ്റവും കുറവ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ളത് വയനാട്ടിൽ 3 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇനി നിയമസഭാ മന്ദിരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് 1979 ജൂൺ 4. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട ഇന്ത്യൻ പ്രസിഡന്റാണ് നീലം സഞ്ജീവ് റെഡ്ഡി. 1979 ജൂൺ 4 അദ്ദേഹം തറക്കല്ലിടുന്നത്. 1998 മെയ് 22 ഈ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രപതിയായ KR നാരായണനായിരുന്നു. അപ്പോൾ 1998 പണി പൂർത്തിയായി നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മലയാളി കൂടിയായ ആരായിരുന്നു? ഡോക്ടർ KR നാരായണൻ. പുതിയ നിയമസഭാ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ചീഫ് ആർക്കിടെക്റ്റാണ് രാമസ്വാമി അയ്യർ. പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് കിഷൻ കാന്താണ് 2001 ഫെബ്രുവരി 24. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് വടക്കൻ പറവൂർ. എറണാകുളത്ത് ജില്ലയിലെ വടക്കൻ പറവൂറാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം വടക്കൻ പറവൂർ, എറണാകുളം. 1982 തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം അല്ലെങ്കിൽ സംസ്ഥാനം ചോദിച്ചാൽ കേരളവും, സ്ഥലം ചോദിച്ചാൽ ഏതാണ്? ചിലപ്പോൾ പറവൂർന്ന് മാത്രമേ കാണുള്ളൂ. വടക്കൻ പറവൂർ, എറണാകുളം ജില്ല, 1982. 2001 മെയ് 10 കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ 2001 മെയ് 10 കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത്. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി VVPAT ഉപയോഗിച്ചു. 12 നിയോജക മണ്ഡലങ്ങളിലാണ് ഇത് ഉപയോഗിച്ചത്. VVPAT മീൻസ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് കേട്ടോ. സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ മലയാളിയാണ് VR കൃഷ്ണയ്യർ. സംസ്ഥാനത്തെ ഒരു മന്ത്രിയായതിനു ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് VR കൃഷ്ണയ്യർ ആയിരുന്നു. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ മന്ത്രിയാണ് VK വേലപ്പൻ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗമാരാണ്? അത് റോസമ്മ പൊന്നൂസാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗമാണ് റോസമ്മ പൊന്നൂസ്. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രിയാണ് K മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയത് റോസമ്മ പൊന്നൂസും ഉപതെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെട്ട കേരളത്തിലെ ഒരു മന്ത്രി ആരായിരുന്നു? അത് K മുരളീധരനായിരുന്നു. നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി K മുരളീധരനാണ്. നിയമസഭയിൽ അദ്ദേഹം അംഗമല്ലായിരുന്നു. അതുപോലെ തന്നെ സഭയെ അഭിമുഖീകരിക്കാത്ത ഏക മന്ത്രി എന്ന് ചോദിച്ചാൽ K മുരളീധരനാണ്. KB ഗണേഷ് കുമാറാണ് സിനിമാ രംഗത്തുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ ഒരു മന്ത്രിയായത് ആരാണ്? അത് രമേശ് ചെന്നിത്തലയാണ്. കേരളത്തിലെ രാഷ്ട്രപതി ഭരണകാലത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. 7 തവണ കേരളം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിട്ടുണ്ട്. കേരളം എത്ര തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായിട്ടുണ്ട്? 7 തവണ കേരളം രാഷ്ട്രപതി ഭരണത്തിൻ്റെ
കീഴിലായിട്ടുണ്ട്. 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെയാണ് ആദ്യമായി കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വരുന്നത്. 1956 മാർച്ച് 23 രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് തിരുക്കൊച്ചി സംസ്ഥാനത്തിലാണ്. 1956 നവംബർ 1 കേരളം രൂപീകൃതമായതോടെ ഇത് കേരളത്തിലേക്കും വ്യാപിച്ചു. അടുത്ത രണ്ടാം തവണ 1959 ജൂലൈ 31 മുതൽ 1960 ഫെബ്രുവരി 22 വരെയും മൂന്നാം തവണ 1964 സെപ്റ്റംബർ 10 മുതൽ 1967 മാർച്ച് 6 വരെയുമായിരുന്നു. നാലാം തവണ 1970 ഓഗസ്റ്റ് 4 മുതൽ ഒക്ടോബർ 3 വരെയും 1979 ഡിസംബർ 5 മുതൽ 1980 ജനുവരി 25 വരെയും 1981 ഒക്ടോബർ 21 മുതൽ ഡിസംബർ 28 വരെയും 1982 അവസാനമായിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നത്. 1982 മാർച്ച് 17 മുതൽ മെയ് 23 വരെയുമായിരുന്നു. ഇങ്ങനെ 7 തവണയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിൽ അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1982. ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത സംസ്ഥാന നിയമസഭയാണ് കേരള നിയമസഭ. ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത സംസ്ഥാന നിയമസഭ, അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാന നിയമസഭയാണ് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്തത്. അത് കേരള നിയമസഭയായിരുന്നു. ആരായിരുന്നു ആ പ്രസിഡന്റ്? അദ്ദേഹം KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. 1997 സെപ്റ്റംബർ 18 10ാം നിയമസഭയെയാണ് അദ്ദേഹം അഭിമുഖീകരിച്ച് സംസാരിച്ചത്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചാൽ KR നാരായണനും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമാണ്. ജവഹർലാൽ നെഹ്റു 1958 ഏപ്രിൽ 15 കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. 1969 കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് പാസ്സാക്കി. കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് പാസ്സാക്കിയത് 1969. കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് 1969 അനുസരിച്ച് മലയാളം, ഇംഗ്ലീഷ് എന്നിവ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ്. 2015 ഡിസംബർ 17 മലയാള ഭാഷയുടെ വ്യാപനവും പരിപോഷണവും ലക്ഷ്യമിട്ട് കേരള നിയമസഭ മലയാള ഭാഷാ ബില്ല് പാസ്സാക്കുന്നു. ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളത്തിലായത് 2017 മെയ് 1 മുതലാണ്. അപ്പോൾ നമ്മുടെ മലയാള ഭാഷ പൂർണ്ണമായും ഔദ്യോഗിക ഭാഷയായത് എന്ന് മുതലാണ്? 2017 മെയ് 1 മുതലാണ്. 2019 കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം എന്നത്. അപ്പോൾ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയുടെ പേരെന്താണ്? അറിവോരം. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ TV ചാനൽ സഭാ TV. കേരള നിയമസഭയുടെ TV ചാനൽ ഏതാ? സഭാ TV ആണ്. 2020 ഓഗസ്റ്റിലാണ് ഇത് നിലവിൽ വരുന്നത്. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ. അദ്ദേഹം 2 ദിവസമാണ് കേരളത്തിൽ മന്ത്രിയായിട്ടിരുന്നത്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് KK ശൈലജയായിരുന്നു. അത് 2021 മട്ടന്നൂർ മണ്ഡലത്തിലായിരുന്നു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് A അസീസ്. 5 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഭൂരിപക്ഷം 2001 ഇരവിപുരം തെരഞ്ഞെടുപ്പിലായിരുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തിയാണ് C ഹരിദാസ്. 10 ദിവസം മാത്രമാണ് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായി ഇരുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തിയാണ് KM മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ്? KM മാണിയാണ് കേട്ടോ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിത KR ഗൗരിയമ്മ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വനിതയാണ് KR ഗൗരിയമ്മ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിതയും KR ഗൗരിയമ്മ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്ന വ്യക്തി ചോദിച്ചാൽ അത് KM മാണി. 12 നിയമസഭകളിൽ അദ്ദേഹം അംഗമായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ
ഒരേ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധാനം ചെയ്ത വ്യക്തിയും കെ എം മാണിയാണ്. പാലാ മണ്ഡലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് കെ എം മാണിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി എം വി രാഘവനായിരുന്നു. കേരള നിയമസഭാ സാമാജികരെന്ന നിലയിൽ തുടർച്ചയായി 50 വർഷം പൂർത്തിയാക്കിയെന്ന അപൂർവ നേട്ടത്തിനുടമയായ വ്യക്തികളാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും. അപ്പം ഏറ്റവും കൂടുതൽ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച വനിത കെ ആർ ഗൗരിയമ്മ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത കെ ആർ ഗൗരിയമ്മയാണെങ്കിൽ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ അംഗമായിരുന്ന വ്യക്തി കെ എം മാണിയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നതും കെ എം മാണിയാണ്. ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തവണ പ്രതിനിധാനം ചെയ്തത് ആരാണ്? അതും കെ എം മാണിയാണ്. പാലാ മണ്ഡലമായിരുന്നു. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദനാണ്. 92-ാം വയസ്സിലും അദ്ദേഹം കേരള നിയമസഭയിലെ അംഗമായിരുന്നു. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചോദിച്ചാൽ അത് മാത്യു ടി തോമസ് ആണ്. 25-ാം വയസ്സിലാണ് അദ്ദേഹം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള. രണ്ടാമത്തേത് പി സി ജോർജാണ് കേട്ടോ. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? അത് ആർ ബാലകൃഷ്ണപിള്ള. രണ്ടാമത്തെ വ്യക്തി പി സി ജോർജ്. ആർ ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനാക്കിയ കേരള നിയമസഭാ സ്പീക്കറായിരുന്നു വർക്കല രാധാകൃഷ്ണൻ. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പ്രിസണർ 5990 1990. അദ്ദേഹത്തിൻ്റെ പ്രിസണർ 1990 എന്നത് ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. കേരള നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 2006-2011 കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരള നിയമസഭാ അംഗമാകുന്നത്. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസറായിരുന്നു അൽഫോൺസ് കണ്ണന്താനം. 1989 ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ കളക്ടറായിരുന്നത് അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. അൽഫോൺസ് കണ്ണന്താനം രചിച്ച കൃതിയാണ് മേക്കിംഗ് എ ഡിഫറൻസ്, ഇന്ത്യ മാറ്റത്തിൻ്റെ മുഴക്കം എന്നത്. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആയിരുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് സ്റ്റീഫൻ പാദുവ. 4 പ്രാവശ്യം സ്റ്റീഫൻ പാദുവ കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണയും ഏറ്റവും കൂടുതൽ കാലവും ചോദിച്ച സ്റ്റീഫൻ പാദുവയാണ്. 14-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ജോൺ ഫെർണാണ്ടസ്. ഇനി പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദനാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? അത് VS അച്യുതാനന്ദനായിരുന്നു. ഇനി കേരള നിയമസഭയിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ്. 1-ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? അത് റോസമ്മ പൊന്നൂസാണ്. 1-ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത എന്നും ആദ്യ വ്യക്തി എന്നും ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? റോസമ്മ പൊന്നൂസ് തന്നെയാണ്. 10-ാം നിയമസഭയാണ് 1996-2001 ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്ന കേരള നിയമസഭ. 13 വനിതാ പ്രതിനിധികളാണ് ഈ സഭയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമസഭ 3-5 നിയമസഭകളായിരുന്നു. 3-ാം നിയമസഭയിലെ ഏക വനിതാ അംഗമായിരുന്നു KR ഗൗരിയമ്മ. 5-ാം നിയമസഭയിലെ ഏക വനിതാ അംഗമായിരുന്നു ഭാർഗവി തങ്കപ്പൻ. ഇനി കേന്ദ്ര മന്ത്രിസഭയിലെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് VK കൃഷ്ണമേനോൻ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോനും ജോൺ മത്തായിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയായിരുന്നു AK ആൻ്റണി.
ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നതും AK ആൻ്റണിയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായിരുന്നത് E അഹമ്മദാണ്. കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാം കേരള നിയമസഭയെക്കുറിച്ചും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ സ്പീക്കർമാരെക്കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുമൊക്കെ പഠിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് നമുക്ക് PSC ഡിഗ്രി പ്രിലിംസിന് തന്നിരിക്കുന്ന ഫുൾ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിയും. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക, കണ്ട് പഠിക്കുക. ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. എല്ലാവരും ഒന്നിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.